രണ്ടാം വർഷ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോറിലേഷൻ എന്നും എത്ര തരം കോറിലേഷനുകളുണ്ടെന്നും എങ്ങനെയൊക്കെ നമുക്കതിനെ മെഷർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. മെഷർ ചെയ്യാവുന്ന കാര്യത്തിൽ ഒരു കാര്യം മാത്രമേ നമുക്ക് കഴിഞ്ഞ ദിവസം പറയാൻ സാധിച്ചുള്ളൂ. 3 മെത്തേഡാണല്ലോ നമ്മൾ പഠിച്ചത്. ഒന്ന് സ്കാറ്റർ ഡയഗ്രാം, രണ്ടാമത്തേത് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്, മൂന്നാമത്തേത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്. രണ്ടാമത്തെ മാർഗം നമുക്കിന്ന് അതിനെക്കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്. കാൾ പിയേഴ്സൺ എന്ന് പറയുന്നത് ഒരു മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും പ്രമുഖനായ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. അദ്ദേഹം ഒരു ബയോ സ്റ്റാറ്റിസ്റ്റീഷ്യനായിരുന്നു. കാൾ പിയേഴ്സൺ 1857 ജനിച്ച് 1936 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രസിദ്ധനായ ബയോ സ്റ്റാറ്റിസ്റ്റീഷ്യനായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ 1911 അദ്ദേഹമാണ് ആദ്യമായി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുവന്നത്. അപ്പോൾ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോറിലേഷൻ കോഎഫിഷ്യൻ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കാൾ പിയേഴ്സനെ കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. കഴിഞ്ഞ ഒന്നാമത്തെ വർഷം കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, മൊമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കാൾ പിയേഴ്സൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇദ്ദേഹം മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും പ്രമുഖരായ സ്റ്റാറ്റിസ്റ്റീഷ്യന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോഎഫിഷ്യൻ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോഎഫിഷ്യൻ്റുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? കോഎഫിഷ്യൻ്റുകൾക്ക് യൂണിറ്റ് ഉണ്ടായിരിക്കില്ല. യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏത് തരം ഡാറ്റയെ കമ്പയർ ചെയ്യാനായിട്ട് ഇത്തരം കോഎഫിഷ്യൻ്റുകൾ ഉപയോഗിക്കാം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ കോറിലേഷൻ കണക്കാക്കുന്നതിനാണ് നമ്മൾ കാൾ പിയേഴ്സൻ്റെ കോഎഫിഷ്യൻ്റ് ഉപയോഗിക്കുന്നത്. അതിനെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയാറുണ്ട്, പിയേഴ്സോണിയൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയാറുണ്ട്, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്നും പറയാറുണ്ട്. എന്താണ് ഈ കോഎഫിഷ്യൻ്റ് എന്നാണ് നമുക്ക് നോക്കാം. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണക്കാക്കുന്നതിന് നമുക്ക് 3 വിലകളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, കോവേരിയൻസ് ബിറ്റ്വീൻ ദി വേരിയബിൾസ്. നമ്മൾ വേരിയബിൾസിനെ എക്സും വൈയും ഒന്ന് അസ്യൂം ചെയ്താൽ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. രണ്ടാമത്തേത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, മൂന്നാമത്തേത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഇത് മൂന്നും നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്, കോവേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എല്ലാം. കോവേരിയൻസ് ഓഫ് എക്സ് വൈയെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1/n സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നാണ്. എക്സ് ബാറും വൈ ബാറും നമുക്കെല്ലാം ഫെമിലിയറാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് എക്സ് ആണ്, അത് 1/n സിഗ്മ എക്സ് ആണ്. വൈ ബാർ എന്ന് പറയുന്നത് മീൻ ഓഫ് വൈ ആണ്, അത് 1/n സിഗ്മ വൈ ആണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സോ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 1/n സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/n സിഗ്മ വൈ മൈനസ് വൈ ബാർ ദി ഹോൾ സ്ക്വയർ. ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ ഇതിന് നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് മറ്റൊരു ഫോർമുല കൂടി നമ്മുടെ മുന്നിലുണ്ട്. കോവേരിയൻസിൻ്റെ ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് 1/n സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ ഗുണം വൈ ബാർ, കോവേരിയൻസ് ഓഫ് എക്സ് വൈ. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് പറയുന്നത് 1/n
റൂട്ട് ഓഫ് 1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1/n സിഗ്മ വൈ സ്ക്വയർ മൈനസ് വൈ ബാർ സ്ക്വയർ. ഇത് മൂന്നും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ കാൾ പിയേഴ്സൻ്റെ കോറിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആർ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ ആർ ഓഫ് എക്സ് വൈ എന്ന് നമ്മൾ പറയും. ഈ ആർ ഓഫ് എക്സ് വൈയുടെ നിർവചനമാണ് ആർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിനെ നമ്മൾ സിഗ്മ എക്സ് എന്ന് എഴുതാം, നമുക്കറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയെ സിഗ്മ വൈ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റെ ഫോമുല എന്താവും? ആർ എക്സ് വൈ ഇസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. കോവേരിയൻസിൻ്റെയും സിഗ്മ എക്സിൻ്റെയും സിഗ്മ വൈയുടെയൊക്കെ ഫോമുല നമുക്കറിയാം. ആ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോമുല നമുക്കിങ്ങനെ കിട്ടും. ആർ എക്സ് വൈ ഇസ് ഈക്വൽ ടു 1/n സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1/n സിഗ്മ വൈ സ്ക്വയർ മൈനസ് വൈ ബാർ സ്ക്വയർ. ഈ ഫോമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാം. ഇത് ഒരു ഫോമുലയാണ്. ഇനി പല രീതിയിലുള്ള ഫോമുലകൾ നമുക്ക് നിർവചിക്കാൻ പറ്റും. കാൾ പിയേഴ്സൻ്റെ പല രീതിയിലുള്ള ഫോമുലകൾ പല പുസ്തകങ്ങളിൽ അവൈലബിൾ ആണ്. നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ 2 തരത്തിലുള്ള ഫോമുലയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഫോമുലയാണ് ഞാനീ പറഞ്ഞത്. രണ്ടാമത്തെ ഫോമുല എന്താണെന്ന് നോക്കാം. ഈ ഒന്നാമത്തെ ഫോമുല തന്നെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് രണ്ടാമത്തെ ഫോമുലയിലെത്താം. അതിതാണ് ആർ എക്സ് വൈ ഇസ് ഈക്വൽ ടു 1/n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഫോമുല. ഈ രണ്ട് ഫോമുലയിൽ ഏത് ഫോമുല ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സാഹചര്യത്തിനനുസരിച്ചുള്ള ഫോമുല നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ഡെഫിനിഷൻ നമ്മൾ ഓർമ്മിച്ചിരിക്കുക. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആർ എക്സ് വൈ ഇസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്നാണ്. ഇനി ഈ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വില -1 മുതൽ +1 വരെയാണ്. നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം, 0 വരാം. ഏറ്റവും ചെറിയ വില -1 ഏറ്റവും വലിയ വില +1 കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ. 0ക്കും 1നും ഇടയിലാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വില വരികയാണെങ്കിൽ അവിടെ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെന്ന് പറയും. അതുപോലെ -1നും 0ക്കും ഇടയിലാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വില വന്നാൽ അവിടെ നെഗറ്റീവ് കോറിലേഷനാണുള്ളത്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വില 0 വരികയാണെങ്കിൽ അവിടെ കോറിലേഷനേ ഇല്ല, നോ കോറിലേഷൻ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അതുപോലെ ആറിൻ്റെ വില കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വില +1 -1 വന്നാൽ അവിടെ ഉള്ളത് പെർഫെക്റ്റ് കോറിലേഷനാണ്. +1 വന്നാൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, -1 വന്നാൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇതാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വിലയനുസരിച്ച് നമ്മൾ കോറിലേഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിൽ കൂടി എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണുന്നതെന്ന് നോക്കാം. ഞാനൊരു ഡാറ്റ ഇവിടെ തരികയാണ്. നിങ്ങൾ ആ ഡാറ്റ ഒന്ന് ശ്രദ്ധിക്കുക. ദ ടൈം അറ്റൻഡഡ് ഫോർ റെമഡിയൽ കോച്ചിങ് ആൻഡ് ദി സ്കോർസ് ഒബ്റ്റൈൻഡ് ബൈ 6 സ്റ്റുഡൻസ് ഇൻ എ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ ഈസ് ഗിവൺ ബിലോ. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ ആദ്യത്തെ റോയിലുള്ളത് ടൈമാണ്, മണിക്കൂറുകളിലാണ്. രണ്ടാമത്തെ റോയിലുള്ളത് സ്കോറുകളാണ്. 2 മണിക്കൂർ റെമഡിയൽ കോച്ചിങ് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടിക്ക് കിട്ടിയ സ്കോർ 30. 3 മണിക്കൂർ പങ്കെടുത്ത ആളിന് 32 സ്കോർ കിട്ടി. 4 36, 5 42, 6 48, 7 50. ഇതാണ് നമ്മുടെ ഡാറ്റ. ഈ ഡാറ്റയുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ്
കണ്ടുപിടിച്ച് എന്ത് തരം കോറിലേഷനാണ് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് രീതിയിലുള്ള സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാം. ആ രണ്ട് രീതിയും ഞാനിവിടെ പറയാൻ പോവുകയാണ്. ഈ രണ്ട് രീതി പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എക്സ് എന്ന് പറയുന്നൊരു വേരിയബിളും വൈ എന്ന് പറയുന്നൊരു വേരിയബിളും അസ്യൂം ചെയ്യണം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് റെമഡിയൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്ത സമയത്തിന് ഞാൻ എടുക്കുകയാണ്. വൈ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറും. ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോമുലയിൽ ഏത് ഫോമുല ഉപയോഗിക്കണമെങ്കിലും നമുക്ക് 5 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന് സിഗ്മ എക്സ്, 2 സിഗ്മ വൈ, മൂന്നാമത്തേത് സിഗ്മ എക്സ് സ്ക്വയർ, അടുത്തത് സിഗ്മ വൈ സ്ക്വയർ, അഞ്ചാമത്തേത് സിഗ്മ എക്സ് വൈ. ഈ 5 കാര്യങ്ങളും കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഒരു കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈ രണ്ട് ഫോമുലയിൽ ഏത് ഫോമുല ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റൂ. അതിനായിട്ട് നമ്മൾ ഒരു കാൽക്കുലേഷൻ ടേബിൾ ഉണ്ടാക്കണം. ആ ടേബിൾ എന്തെന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ആ കാൽക്കുലേഷൻ ടേബിളിനകത്ത് നമുക്ക് 5 കോളങ്ങളാണുള്ളത്. ഒന്ന് എക്സ്, രണ്ടാമത്തേത് വൈ, മൂന്നാമത്തേത് എക്സ് സ്ക്വയർ, അടുത്തത് വൈ സ്ക്വയർ, അടുത്തത് എക്സ് വൈ. ഞാൻ ആ കാൽക്കുലേഷൻസ് ഇവിടെ നടത്തുന്നതൊന്ന് നോക്കിക്കോളൂ. ആദ്യം നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വിലകൾ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും നമ്മൾ ആ ടേബിളിലേക്ക് കോപ്പി ചെയ്യണം. എക്സ് 2, വൈ 30, 3 32, 4 36, 5 42, 6 48, 7 50. അടുത്ത് നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കാം. എക്സ് സ്ക്വയർ എന്താവും? 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49. അടുത്ത് നമ്മൾ വൈയുടെ സ്ക്വയർ എടുക്കുന്നു. 30ൻ്റെ സ്ക്വയർ 900, 32ൻ്റേത് 1024, 36ൻ്റെ സ്ക്വയർ 1296, 42ൻ്റെ സ്ക്വയർ 1764, 48ൻ്റെ സ്ക്വയർ 2304, 50ൻ്റെ സ്ക്വയർ 2500. ഇനി ഒരു കോളം കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അത് എക്സ് വൈ ആണ്. എക്സ് വൈ 2 ഗുണം 30 60, 3 ഗുണം 32 96, 4 ഗുണം 36 144, 5 ഗുണം 42 210, 6 ഗുണം 48 288, 7 ഗുണം 50 350. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ ടേബിൾ. ഇനി ഈ ടേബിളിനകത്ത് നമുക്ക് 5 തുകകൾ കൂടി കാണാം. ഏതൊക്കെയാണ് തുകകൾ? നമുക്ക് വേണ്ട തുകകൾ ഏതൊക്കെയാണ്? സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് നമുക്ക് നോക്കാം. എക്സിൻ്റെ കോളങ്ങളെല്ലാം കൂടി കൂട്ടുക 27 ആണ് കിട്ടുന്നത്. സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 27. വൈയുടെ കോളങ്ങളെല്ലാം കൂടി നമ്മൾ കൂട്ടിയാൽ കിട്ടുന്നത് സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 238. എക്സ് സ്ക്വയർ എല്ലാം കൂടി കൂട്ടുക. സിഗ്മ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1139. സിഗ്മ വൈ സ്ക്വയർ എല്ലാം കൂടി കൂട്ടുക. അത് 9788. സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു 1148. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ ടേബിൾ. ഇങ്ങനെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ആദ്യം ഒന്നാമത്തെ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ഒന്നാമത്തെ ഫോമുല ഉപയോഗിച്ച് ഇതെങ്ങനെ കണക്ക് കൂട്ടാമെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒന്നാമത്തെ ഫോമുല ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് എക്സ് ബാർ, രണ്ടാമത്തേത് വൈ ബാർ. എക്സ് ബാർ നമുക്കറിയാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇവിടെ ഒബ്സർവേഷനുകളുടെ എണ്ണം 6 ആണ്. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 6 ആണ്. അപ്പോൾ ആ എൻ ഇസ് ഈക്വൽ ടു 6 കൊടുത്തിട്ട് നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കുകയാണ്. 27/6 ദാറ്റ് ഇസ് ഈക്വൽ ടു 4.5. വൈ ബാർ എന്ന് പറയുന്നത് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇസ് ഈക്വൽ ടു 238 ഡിവൈഡഡ് ബൈ 6, അത് 39.67 ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായി കണ്ടുപിടിക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് ഒന്നാമത്തെ ഫോമുലയിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 കാര്യങ്ങളാണ്
കോവേരിയൻസ് ഓഫ് എക്സ് വൈയും സിഗ്മ എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും. ഇത് മൂന്നും നമുക്കൊന്ന് കണ്ടുപിടിക്കാം. കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 1/n സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ബാർ ആണ്. = നമ്മൾ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1148/6 മൈനസ് 4.5 ഇൻറ്റു 39.67 191.33 മൈനസ് 178.515. അതിൻ്റെ വില നമുക്ക് 12.815 എന്ന് കിട്ടും. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് സിഗ്മ എക്സ് √1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ്. അതിൻ്റെ വിലകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. √139/6 മൈനസ് 4.5 സ്ക്വയർ √23.17 മൈനസ് 20.25. അത് √2.92 ആണ്. അതിൻ്റെ വില 1.71. ഇതുപോലെ തന്നെ നമുക്ക് സിഗ്മ വൈ കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ അത് √1/n സിഗ്മ വൈ സ്ക്വയർ മൈനസ് വൈ ബാർ സ്ക്വയർ ആണ്. √9788 ഡിവൈഡഡ് ബൈ 6 മൈനസ് 39.67 സ്ക്വയർ √1631.33 മൈനസ് 1573.71 ആണ്. അത് √57.62 ആണ്. അതിൻ്റെ വില 7.59. ഇനി ഈ വിലകളെല്ലാം കൂടി നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ RxY കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ആണല്ലോ. ആ വിലകൾ കൊടുത്തു നോക്കുക. =12.815 ഡിവൈഡഡ് ബൈ 1.71 ഇൻറ്റു 7.59 =12.815 ഡിവൈഡഡ് ബൈ 12.9789. അതിൻ്റെ വില 0.987. അപ്പോൾ ഇതാണ് നമ്മുടെ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വില. ഒന്നാമത്തെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയത് 0.987 ആണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചിട്ടും ഈ വില തന്നെയാണ് കിട്ടുന്നത് നോക്കാം. രണ്ടാമത്തെ ഫോർമുല നമുക്കറിയാം. ആ രണ്ടാമത്തെ ഫോർമുല എഴുതുക. അത് R n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ √n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു √n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ ആണ്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച കാൽക്കുലേഷൻ ടേബിളിൽ നിന്നും സിഗ്മ എക്സിൻ്റെ വില 27 ആണ്, സിഗ്മ വൈ 238 ആണ്, സിഗ്മ എക്സ് സ്ക്വയർ 139 ആണ്, സിഗ്മ വൈ സ്ക്വയർ 9788 ആണ്, സിഗ്മ എക്സ് വൈ 1148 ആണ്. നമ്മുടെ ഈ സമവാക്യത്തിനകത്ത് ഈ വിലകളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് R = 6 ഇൻറ്റു 1148 മൈനസ് 27 ഇൻറ്റു 238 ഡിവൈഡഡ് ബൈ √6 ഇൻറ്റു 139 മൈനസ് 27 സ്ക്വയർ ഇൻറ്റു √6 ഇൻറ്റു 9788 മൈനസ് 238 സ്ക്വയർ. അത് സിംപ്ലിഫൈ ചെയ്താലോ =6888 മൈനസ് 6426 ഡിവൈഡഡ് ബൈ √834 മൈനസ് 729 ഇൻറ്റു √58728 മൈനസ് 56644 462 ഡിവൈഡഡ് ബൈ √105 ഇൻറ്റു √2084 462 ഡിവൈഡഡ് ബൈ 10.25 ഇൻറ്റു 45.65 462 ഡിവൈഡഡ് ബൈ 467.9125 0.987. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടിയ വില
0.987 തന്നെയാണ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റെ പ്രത്യേകതകൾ. ഇവിടെ നമ്മൾ രണ്ട് മെത്തേഡിലും നമുക്ക് കിട്ടിയ കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വില R=0.987 ആണ്. അത് പോസിറ്റീവ് കോറിലേഷനാണ്. ഒന്നിനടുത്തൊരു വില ആയതുകൊണ്ട് ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ കാൾ പിയേഴ്സൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനിയുള്ളത് ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഒന്നാമത്തത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വില -1 മുതൽ +1 വരെയാണ്. -1 ≤ R ≤ +1. രണ്ടാമത്തതിന് രണ്ട് പാർട്ടുകളുണ്ട്. രണ്ടാമത്തെ പ്രത്യേകതയിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് അൺആൾട്ടേർഡ് if a constant is added to or subtracted from the values of one or both the variables. ഒരു വിലയോട് കൂടിയോ രണ്ട് വിലയോട് കൂടിയോ നമ്മൾ എന്തെങ്കിലും കോൺസ്റ്റൻറ്റുകൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അത് ബാധിക്കില്ല. അതുപോലെ തന്നെ the magnitude of correlation coefficient is unaltered if the values of one variable or both the variables are multiplied or divided by a constant. ഒരു സീരീസിൻ്റെ വിലയോ രണ്ടാമത്തെ സീരീസിൻ്റെ വിലയോ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താലും കോറിലേഷൻ കോഎഫിഷ്യൻ്റെ മാഗ്നിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഹരിക്കുന്നത് 0 ഒഴിവാക്കിയുള്ള സംഖ്യ കൊണ്ട് വേണം ഹരിക്കാനുള്ളത്. ഇതിനെ നമുക്ക് രണ്ടും കൂടി ചേർത്ത് ഒരു പ്രത്യേകതയായിട്ട് പറയാറുണ്ട്. അതിതാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് അൺആൾട്ടേർഡ് ബൈ ദ ചേഞ്ച് ഇൻ ഒറിജിൻ ആൻഡ് സ്കെയിൽ. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ഒറിജിൻ ചേഞ്ച് ചെയ്യുക എന്ന് പറയും. ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുന്നതിന് നമ്മൾ സ്കെയിൽ ചേഞ്ച് ചെയ്യുക എന്ന് പറയും. അങ്ങനെ ഒറിജിൻ ചേഞ്ച് ചെയ്താലും സ്കെയിൽ ചേഞ്ച് ചെയ്താലും അത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ ബാധിക്കുന്നില്ല. മൂന്നാമത്തെ പ്രത്യേകത കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് സിമെട്രിക്. ദാറ്റ് ഈസ് Rxy = Ryx. നാലാമത്തെ പ്രത്യേകത കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഈസ് 0 ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് 0 ആണ്. പക്ഷേ തിരിച്ച് അങ്ങനെ ആവണമെന്ന് പറയാൻ കഴിയില്ല. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് 0 ആണെന്ന് കരുതി രണ്ട് വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആവണമെന്നില്ല. പക്ഷേ വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് തീർച്ചയായിട്ടും 0 ആയിരിക്കും. ഇതാണ് നമ്മൾ കാൾ പിയേഴ്സൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ നിങ്ങൾക്കൊരു 2 അസൈൻമെൻറ്റ് തരികയാണ്. ഒന്നാമത്തെ അസൈൻമെൻറ്റ് ഇതാണ്. The following information were obtained in a bivariate analysis of 5 observations. Sigma x minus x bar the whole square is equal to 40, sigma y minus y bar the whole square is equal to 20, and sigma x minus x bar into y minus y bar is equal to -26. Find the Karl Pearson's coefficient of correlation. Assignment 2. Calculate the Karl Pearson's coefficient of correlation for the following ages of husbands and wives at the time of their marriage. Age of husband and age of wife. Age of husband 27, age of wife 20, 28, 22, 23, 21, 28, 25, 30, 28, 33, 27. ആ അസൈൻമെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ കാണിക്കുക. ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്യുക. അവർ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ടീച്ചേഴ്സുമായി ഷെയർ ചെയ്യുക. അടുത്ത ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും അടുത്ത ക്ലാസ് വരേക്കും വീട്ടിൽ സുഖമായിട്ടിരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. ഗുഡ് ബൈ.